നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. അന്തരീക്ഷ താപനില തുടർച്ചയായി 40 ഡിഗ്രിക്ക് മുകളിൽ രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സെൽഫ് ലോക്ക്ഡൌണിന് വിധേയമാകണമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. തീപിടുത്തം, പാമ്പുകടി തുടങ്ങിയ കാര്യങ്ങളിൽ ജാഗ്രത വേണമെന്നും ധാരാളം വെള്ളം കുടിക്കണമെന്നും ലോക്കൽ ഹിറ്റ് ആക്ഷൻ പ്ലാൻ നടപ്പാക്കാനുള്ള ചുമതല തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി. പകൽ സമയത്ത് യാത്ര പരമാവധി ഒഴിവാക്കണമെന്നും ആന്റിവനമുള്ള ആശുപത്രികളിലേക്ക് പാമ്പുകടിയേറ്റ ആളുകളെ എത്തിക്കാൻ ആംബുലൻസുകൾ സജ്ജമെന്നും കെ രാജൻ. അധികൃതരുടെ അനാസ്ഥ, ഗ്രാമീണ റോഡുകളിൽ മാലിന്യ കൂമ്പാരമെന്ന പരാതി. മങ്കര EMS ഉന്നതി റോഡിൽ മാലിന്യം വ്യാപകം, സമീപത്തെ കനാലിലും മാലിന്യ നിക്ഷേപം. മാലിന്യം ഭക്ഷിക്കാനെത്തുന്ന കാട്ടുപന്നികളും ഭീഷണി. പഞ്ചായത്തും ആരോഗ്യവകുപ്പും മൗനവ്രതത്തിൽ. വെള്ളം കിട്ടാക്കനിയായി മാറുമ്പോഴും കിള്ളിമംഗലം കുളമ്പ് റോഡിൽ പ്രധാന പൈപ്പ് പൊട്ടി വെള്ളം പാഴാവാൻ തുടങ്ങിയിട്ട് 3 നാൾ പിന്നിടുന്നു. പലതവണ വാട്ടർ അതോറിറ്റിയെ അറിയിച്ചിട്ടും അനങ്ങാപ്പാറ നയമാണ് വാട്ടർ അതോറിറ്റി സ്വീകരിച്ചതെന്നും പ്രദേശവാസികൾ. വാട്ടർ അതോറിറ്റിയുടെ ഗുരുതര വീഴ്ചയ്ക്കെതിരെ പഞ്ചായത്ത് ഇടപെടാത്തതും ജനരോഷം ശക്തമാകുന്നു. ജനാധിപത്യം സംരക്ഷിക്കാൻ മുൻപന്തിയിൽ നിൽക്കേണ്ട മാധ്യമങ്ങൾ അർദ്ധസത്യം പോലും പറയാതെ BJP വിരോധവും നരേന്ദ്രമോദിക്ക് എതിരെയും നിൽക്കുന്നത് ഭൂഷണമല്ലെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ. ലോകം ആരാധിക്കുന്ന പ്രധാനമന്ത്രിയുടെ തലയിൽ ചാണകമാണെന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തനെ തിരുത്താൻ തയ്യാറാകാത്ത മാധ്യമധർമ്മത്തെ അധർമ്മമെന്നാണ് പറയേണ്ടതെന്നും P. വേണുഗോപാൽ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. അന്തരീക്ഷ താപനില തുടർച്ചയായി 40 ഡിഗ്രിക്ക് മുകളിൽ രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സെൽഫ് ലോക്ക്ഡൌണിന് വിധേയമാകണമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. തീപിടുത്തം, പാമ്പുകടി തുടങ്ങിയ കാര്യങ്ങളിൽ ജാഗ്രത വേണമെന്നും ധാരാളം വെള്ളം കുടിക്കണമെന്നും ലോക്കൽ ഹീറ്റ് ആക്ഷൻ പ്ലാൻ നടപ്പാക്കാനുള്ള ചുമതല തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പകൽ സമയത്ത് യാത്ര പരമാവധി ഒഴിവാക്കണമെന്നും ആന്റിവനം ഉള്ള ആശുപത്രികളിലേക്ക് പെട്ടെന്ന് പാമ്പുകടിയേറ്റ ആളുകളെ എത്തിക്കാൻ ആംബുലൻസുകൾ സജ്ജമാകണമെന്നും തൃശ്ശൂരിൽ മന്ത്രി കെ രാജൻ പറഞ്ഞു. അതുകൊണ്ട് വെള്ളം കുടിക്കാവുന്ന കേന്ദ്രങ്ങൾ കൂടുതലുണ്ടാകണം. ആരോഗ്യവകുപ്പിൻ്റെ ഹിറ്റ് ക്ലിനിക്കുകൾ ആരംഭിക്കണം. എല്ലായിടത്തും ചികിത്സ നൽകാനുള്ള സൗകര്യം ഉണ്ടാകണം. സാധാരണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ സ്ട്രക്ചറുകൾ ഉൾപ്പെടെ കരുതണം. ഒരു പ്രശ്നമുള്ളത്, സാധാരണ തലചുറ്റി വീഴുന്ന ആളുകളെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള വളണ്ടിയേഴ്സ് ആ സ്ട്രക്ചർ കൊണ്ടുപോകും. ഇപ്പോൾ ഈ ചൂട് ആ വളണ്ടിയേഴ്സിനെയും ബാധിക്കും. അതുകൊണ്ട് പരമാവധി ആളുകൾ അഡ്ജസ്റ്റ് ചെയ്തും പരമാവധി തലയിലേക്ക് ചൂടിറങ്ങാത്ത വിധത്തിൽ ക്രമീകരിച്ചും ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകാം. അധികൃതരുടെ അനാസ്ഥ മൂലം ഗ്രാമീണ റോഡുകളിൽ മാലിന്യ കൂമ്പാരമായതായി പരാതി ഉയർന്നു. മങ്കര EMS ഉന്നതി റോഡിലാണ് മാലിന്യം വ്യാപകമായി തള്ളിയിരിക്കുന്നത്. സമീപത്തെ കനാലും മാലിന്യ നിറഞ്ഞ മട്ടിലാണ്. മാലിന്യം ഭക്ഷിക്കാൻ കാട്ടുപന്നികൾ എത്തുന്നതും പ്രദേശത്തെ ഭീതി പരത്തുന്നുണ്ട്. പഞ്ചായത്തും ആരോഗ്യവകുപ്പും മൗനം പാലിക്കുകയാണെന്നും ആരോപണമുയർന്നു. മാലിന്യങ്ങൾ കാക്കകൾ കൊത്തി കിണറുകളിലേക്ക് വലിച്ചിടാറുണ്ടെന്നും പരാതിയിലുണ്ട്. അധികൃതർ ശ്രദ്ധിച്ചില്ലെങ്കിൽ വരും കാലങ്ങളിൽ ഈ റോഡ് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറും. പരിശോധിച്ച് പിഴ നൽകേണ്ട അധികാരികൾക്ക് ഇതൊന്നിനും സമയമില്ല എന്നാണ് പരാതി. ആരോഗ്യവകുപ്പും പഞ്ചായത്തും ഈ മേഖല സന്ദർശിക്കണമെന്നും എന്നാലേ കാര്യത്തിന്റെ ഗൗരവം കാണാനാകൂ എന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വെള്ളം കിട്ടാക്കനിയായി മാറുമ്പോഴും കിള്ളിമംഗലം കുളമ്പ് റോഡിൽ പ്രധാന പൈപ്പ് പൊട്ടി വെള്ളം പാഴാവാൻ തുടങ്ങിയിട്ട് 3 നാൾ പിന്നിടുന്നു. പലതവണ വാട്ടർ അതോറിറ്റിയെ അറിയിച്ചിട്ടും അനങ്ങാപ്പാറ നയമാണ് വാട്ടർ അതോറിറ്റി സ്വീകരിക്കുന്നതെന്നും പ്രദേശവാസികൾ കുറ്റപ്പെടുത്തുന്നു. വാട്ടർ അതോറിറ്റിയുടെ ഗുരുതര വീഴ്ചയ്ക്കെതിരെ പഞ്ചായത്ത് അധികൃതർ ഇടപെടാത്തതും ജനരോഷം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കിള്ളിമംഗലം കുളമ്പ് റോഡിൽ പ്രദേശത്തെ വീടുകളിലേക്ക് ഭാരതപ്പുഴ വറ്റി വരണ്ടതിനെ തുടർന്ന് വളരെ ബുദ്ധിമുട്ടായാണ് കുടിവെള്ളം മോട്ടോർ അടിച്ച് എത്തിക്കുന്നത്. എന്നാൽ വെള്ളമെത്തുന്ന പ്രധാന പൈപ്പ് പൊട്ടി 3 ദിവസമായി കുടിവെള്ളം പാഴാകുന്നു. വൻതോതിൽ വെള്ളം നഷ്ടപ്പെടുന്ന വിവരം പലതവണ വാട്ടർ അതോറിറ്റിയെ അറിയിച്ചിട്ടും നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകാത്തത് നാട്ടുകാരിൽ കടുത്ത അമർഷത്തിന് കാരണമാവുകയാണ്. പരാതിയുമായി ചേലക്കര വാട്ടർ അതോറിറ്റി ഓഫീസിനെ സമീപിച്ചപ്പോൾ തൃശ്ശൂരിലെ ഓഫീസിൽ ബന്ധപ്പെടാനായിരുന്നു നിർദ്ദേശം. എന്നാൽ അവിടെയും പരാതി നൽകിയിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഈ പൈപ്പ് ഇവിടെ പൂല് തുടങ്ങിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പൊട്ടാറുണ്ട്. ആരൊക്കെ വന്ന് ടാപ്പ് മാറ്റിയിടാറുണ്ട്. ഇപ്പോൾ ഇത് പൊട്ടിയ കാരണം ആരും വന്നിട്ടില്ല. 2-3 ദിവസമായി വാട്ടർ അതോറിറ്റി വിളിക്കുന്നു, വരുന്നില്ല. അതുകൊണ്ട് കൂടാതെ ഞങ്ങളൊരു 5 കണക്ഷൻ ഉണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് ഈ 5 കണക്ഷനിലേക്ക് 5 കൊല്ലമായി വെള്ളം വന്നിട്ട് വാട്ടർ അതോറിറ്റിക്ക് വിളിച്ച് പറഞ്ഞാൽ പറയും നാളെ റെഡിയാക്കാം, മറ്റന്നാൾ റെഡിയാക്കാമെന്ന്. പുതിയൊരു AE വന്നു കഴിഞ്ഞാൽ എന്നെ വിളിക്കാറുണ്ട്. കാരണം ഞാൻ കണക്ഷനുള്ള ആളാണ്. കുടിശ്ശിക ഉണ്ട് വന്നിട്ട്. പക്ഷേ കുടിശ്ശിക കഴിഞ്ഞാൽ ഒരുപാട് പൈസ അടച്ചതാണ്. ഇപ്പോൾ കുറച്ച് കുടിശ്ശിക ഉണ്ട്, ശരി അടയ്ക്കാമെന്ന് പറഞ്ഞാൽ പറയും വേണ്ട, റെഡിയാക്കിയിട്ട് അടച്ചാൽ മതി പറയും.
ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു വന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, നാളെ വരുന്നുണ്ട്, നിങ്ങളവിടെ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ജോലിക്ക് പോവാതെ അവിടെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഈ സാറന്മാർ ആരും വരില്ല. പിന്നെ വഴിക്കില്ല, കംപ്ലൈന്റ് ഉണ്ട് പറഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കില്ലേ. വളരെ കടുങ്ങരിയ സ്ഥിതിയാണ്. ടാപ്പിന്റെ കംപ്ലൈന്റ് ആണ് സ്ഥിരമായിട്ട് ഉണ്ടാവില്ലേ. കാരണം അത് 5 കുടുംബങ്ങൾ വെള്ളം എടുക്കാനുള്ളതാണ്. ഈ 5 കുടുംബങ്ങൾക്ക് ഉപയോഗമുള്ള സാധനം. ആ സാധനം ഇപ്പോൾ ഇവരൊക്കെ ചെയ്യുന്നതിന് ടാപ്പ് പൊട്ടിയ ഓരോ വീട്ടുകാർ അല്ലെങ്കിൽ ഈ പരിസരത്തുള്ള വെള്ളം എടുക്കുന്നവർ കഴിഞ്ഞ പ്രാവശ്യം പോലെ പൊട്ടിയിട്ട് ഞങ്ങൾ കൂടിയിട്ടാണ് ഇപ്പോൾ ടാപ്പ് വാങ്ങിയിട്ട്. അപ്പോൾ ടാപ്പ് പിന്നെ നിസ്സാര കേസാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്ര രൂപ ഉള്ളൂ. അതിപ്പോൾ 4 വീട്ടുകാർ അല്ലെങ്കിൽ ഒരു വീട് ഒറ്റയ്ക്ക് തന്നെ ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ വെള്ളം പൊട്ടി പോയി കഴിഞ്ഞാൽ വെള്ളം എടുക്കുന്ന ഉപയോഗമില്ല. രണ്ടാമത് അത് മൊത്തം കംപ്ലീറ്റ് വേസ്റ്റ് ആയിട്ട് പോകണം വെള്ളം. നമുക്ക് ആർക്കും ഉപകാരത്തിൽപ്പെടുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പൊ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഒരു തുള്ളി വെള്ളം എന്ന് പറഞ്ഞാൽ അത് അമൂല്യമാണ്. അതൊരു തുള്ളി പോകാൻ അതിനൊരു നല്ലൊരു ഇത് കൊടുക്കണം അവര്. കാരണം നമ്മളിവിടെ പരിസരവാസികൾ വിളിക്കുമ്പോൾ വരണം, അത് ചെയ്തു തരാൻ ഗൗരവമായിട്ട് എടുക്കണം. അതേസമയം പൈപ്പ് പൊട്ടി വെള്ളം റോഡിലൂടെ ഒഴുകുമ്പോഴും തൊട്ടടുത്തുള്ള കുളമ്പ് ഭാഗത്തെ 5 കുടുംബങ്ങൾ കഴിഞ്ഞ 5 വർഷമായി കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ്. കുടിവെള്ള പദ്ധതി വഴി ഈ വീടുകളിൽ വെള്ളം എത്തിയിട്ട് വർഷങ്ങളായെങ്കിലും എല്ലാ മാസവും പൈസ കൃത്യമായി അടയ്ക്കേണ്ട ഗതികേടിലാണ് ഇവർ. പൈപ്പ് പൊട്ടിയ ഭാഗത്ത് പ്ലംബർമാർ എത്തി ടാപ്പ് മാറ്റിയെങ്കിലും പൈപ്പിന്റെ കാലപ്പഴക്കം കാരണം വീണ്ടും പൊട്ടുകയാണ്. പുതിയ എഇ വന്ന് പരിശോധിക്കുമെന്ന് പറയുന്നതല്ലാതെ ആരും എത്തുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വാട്ടർ അതോറിറ്റിയുടെ ഗുരുതരമായ വീഴ്ചയ്ക്ക് പുറമെ പ്രശ്നത്തിൽ ഇടപെടാൻ പഞ്ചായത്ത് അധികൃതരും തയ്യാറാകാത്തത് ജനരോഷം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കടുത്ത വേനലിൽ കുടിവെള്ളത്തിനായി ജനങ്ങൾ വലയുമ്പോഴാണ് അധികൃതരുടെ ഈ അനാസ്ഥ തുടരുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ജനാധിപത്യം സംരക്ഷിക്കാൻ മുൻപന്തിയിൽ നിൽക്കേണ്ട മാധ്യമങ്ങൾ അർദ്ധസത്യം പോലും പറയാതെ BJP വിരോധവും നരേന്ദ്രമോദിക്ക് എതിരെ നിൽക്കുന്നതും ഭൂഷണമല്ലെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ പറഞ്ഞു. ലോകം ആരാധിക്കുന്ന പ്രധാനമന്ത്രിയുടെ തലയിൽ ചാണകമാണെന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തനെ തിരുത്താൻ തയ്യാറാകാത്ത മാധ്യമധർമ്മത്തെ അധർമ്മമെന്നാണ് പറയേണ്ടതെന്നും P. വേണുഗോപാൽ പറഞ്ഞു. BJP നേതാവായിരുന്ന KP അനൂപിൻ്റെ ശ്രദ്ധാഞ്ജലി ഷൊർണൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെറുപ്പക്കാരിലേക്ക് നമുക്ക് നമ്മുടെ ആശയങ്ങൾ എത്തിക്കാൻ കഴിയണം. ചെറുപ്പക്കാർ ധാരാളം നമ്മുടെ ആശയഗതിക്കാരുണ്ട്, പക്ഷെ അവരാരും വിളിക്കും? ഇപ്പൊ നമ്മളെ ഇടയിലുള്ള ആളുകൾ ഞാൻ അവരെ വിളിക്കാൻ ജ്ഞാനവൃദ്ധന്മാരെ എന്ന നല്ല അറിവുണ്ട്, പക്ഷെ നമ്മൾ വൃദ്ധന്മാരായി മാറി ജ്ഞാനവൃദ്ധൻ. പക്ഷെ ആ ജ്ഞാനവൃദ്ധന്റെ ഒപ്പം യുവത്വം കൊടുക്കാൻ, ആ യുവത്വത്തിന് തീ കൊളുത്താൻ, ആ യുവത്വത്തിന് ഈ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ, ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളൊക്കെ BJP ആണെന്ന് പറഞ്ഞ് നടക്കുന്നതിന് വല്ല അർത്ഥമുണ്ടോ? ഇവിടെ മാറ്റം ഉണ്ടാക്കിയേ തീരൂ. അതില് ഞാൻ മാത്രം വിചാരിച്ചാൽ എങ്ങനെയാണ്? എന്നെ കൊണ്ടത് കഴിയും. നമ്മൾ ഓരോരുത്തരെ കൊണ്ട് കഴിയും. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്നെ കൊണ്ടേ കഴിയൂ. അത് രഞ്ജിത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രഞ്ജിത്തിന് കഴിയും. BJP നേതാവായിരുന്ന KP അനൂപിന്റെ ശ്രദ്ധാഞ്ജലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഷൊർണൂർ മണ്ഡലം BJP പ്രസിഡന്റ് R. രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. ഗോപകുമാർ സ്വാഗതം പറഞ്ഞു. ജില്ലാ ജനറൽ സെക്രട്ടറി EP നന്ദകുമാർ, സെക്രട്ടറിമാരായ K. പ്രസാദ്, സുമാ ബാബു, രുക്മിണി ടീച്ചർ, അഡ്വക്കേറ്റ് പ്രഭാശങ്കർ, KT രവിദാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നിർമ്മിത ബുദ്ധിയുടെ കടന്നുവരവ് സേവന മേഖലകളിൽ വേഗത കൈവരിക്കുമെങ്കിലും അതീവ ജാഗ്രത വേണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ P. K. ബിജു അഭിപ്രായപ്പെട്ടു. KGOA വജ്രജൂബിലിയോടനുബന്ധിച്ച് നിർമ്മിത ബുദ്ധി ഉപയോഗത്തിലെ നൈതികത എന്ന വിഷയത്തിലുള്ള സെമിനാർ പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ P. K. ബിജു. പാലക്കാട്ട് സംഘടിപ്പിച്ച KGOയുടെ വജ്രജൂബിലിയോടനുബന്ധിച്ച് നിർമ്മിത ബുദ്ധി ഉപയോഗത്തിലെ നൈതികത എന്ന വിഷയത്തിലുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു P. K. ബിജു. ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടാവുന്ന മുന്നേറ്റങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒരു മേഖലയ്ക്കും മുന്നേറാനാവില്ല. എന്നാൽ മനുഷ്യരാശിക്കും പ്രകൃതി സമ്പത്തിനും നാശം വരാൻ പറ്റാത്ത രീതിയിലുള്ള മാനദണ്ഡം ആവശ്യമാണെന്നും P. K. ബിജു പറഞ്ഞു. ഓരോ കണ്ടുപിടുത്തങ്ങളും മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാവണം. എന്നാൽ കോർപ്പറേറ്റ് മുതലാളിത്ത രാഷ്ട്രങ്ങൾ ശത്രുവിനെ ഉന്മൂലനം ചെയ്യാൻ എങ്ങനെ കഴിയുമെന്നാണ് ചിന്തിക്കുന്നത്. നിർമ്മിത ബുദ്ധി സേവന മേഖലയിൽ വിപ്ലവകരമായ മാറ്റം സൃഷ്ടിക്കുമെന്നും P. K. ബിജു പറഞ്ഞു. അപ്പം സാധാരണ കാശ് കൊടുക്കാൻ പറ്റില്ല, ക്രെഡിറ്റ് കാർഡിലൂടെ മാത്രമേ വാങ്ങൂ. അപ്പൊ അതെല്ലാം സംഘടിപ്പിച്ച് കാശ് കൊടുക്കാം. ഒരു 25,000 രൂപയ്ക്ക് ഇത് ചെയ്യാം എന്ന് കരുതി. അപ്പൊ നമ്മൾ എത്ര കൊടുത്തിട്ട് കാശ് വേണ്ടവർക്ക് LDF കണ്ടതോടുകൂടി കാശ് വേണ്ട. അപ്പൊ അവര് അൽഗോരിതം അവർ സെറ്റ് ചെയ്തിരിക്കുക. നമ്മുടെ കാശ് വേണ്ട, അവരവിടെ തീരുമാനിക്കാം. അപ്പൊ LDF എന്നോ CPM എന്നോ ചുവപ്പെന്നോ റെഡെന്നോ വിപ്ലവെന്നോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ
ഇവരിതിനകത്ത് തന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുക. പിന്നെ നമുക്കൊക്കെ പോകാൻ പറ്റില്ല. ഇതൊരു മറ്റൊരു അപകടമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? നമ്മുടെ നിയന്ത്രണത്തിൽ അൽഗോരിതത്തെ എങ്ങനെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ ഡേറ്റ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് പോകാൻ കഴിയും. ചടങ്ങിൽ പ്രസിഡന്റ് SR മോഹനചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ശാസ്ത്രമേഖല വിദഗ്ധരായ അൻവർ സാദത്ത്, ഡോക്ടർ TT സുനിൽ, SB ബൈജു, ഡോക്ടർ സുമേഷ് ദിവാകരൻ എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു. ജനറൽ സെക്രട്ടറി A ഷാജഹാൻ, ജനറൽ കൺവീനർ P സൈദലവി, അഡ്വക്കേറ്റ് TK നൌഷാദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെയും സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൻ്റെയും നേതൃത്വത്തിൽ പ്രധാന അധ്യാപകർക്കും നോഡൽ ടീച്ചർമാർക്കും പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് K രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഈ കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ നാട്ടില് ഒരുപക്ഷെ പണ്ടത്തേതിൽ നിന്നും ഉപരിയായി വിവിധങ്ങളായ രോഗങ്ങള്, പകർച്ചവ്യാധികള് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ ജാഗ്രതയായിരിക്കാം ഇത്തരം അസുഖങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നതിനും അത് പരിഹരിക്കുന്നതിനും നേതൃത്വം നൽകാൻ നമുക്ക് കഴിയുന്നത്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കൃഷ്ണപ്രകാശ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ഹരിദാസ് മാസ്റ്റർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MG ലത, സാബിറ അമീർ, മുസ്തഫ തിരുണ്ടിക്കൽ, ഷീജ, പ്രേമാനന്ദ്, പ്രീതി, വിജിത, ശോഭ, ഷീന ടീച്ചർ എന്നിവർ സംസാരിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ T ധനേഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി ദീപക്, ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ്, വിധുലക്ഷ്മി, വിജയ് തുടങ്ങിയവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. അധ്യാപകർ വിദ്യാലയത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മങ്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ മലമ്പനി ദിനാചരണവും ബോധവൽക്കരണ റാലിയും സംഘടിപ്പിച്ചു. കണമ്പരിയാരം രാജധാനി കോളേജിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ഷാജീവ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഷൈൻ അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിഹാബ് ക്ലാസ് എടുത്തു. JPHN ശർമ്മ, ജയച്ചൈ, ഷിബു എന്നിവർ സംസാരിച്ചു. വിജീഷ് സ്വാഗതവും JPHN നിഷ നന്ദിയും പറഞ്ഞു. നമ്മൾ അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു സഹകരണവുമാണ് എന്നാണ് പ്രധാനമായിട്ടും ഈ ക്ലാസ്സിൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്കറിയാം, ഇന്നിവിടെ ഞാൻ എടുക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത് മലേറിയനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മലമ്പനി എന്ന് പറയാം. നമ്മൾ വിചാരിക്കും ഈ രോഗമൊന്നും നമുക്കില്ല, നമ്മുടെ നാട്ടിലില്ല. ഈ രോഗമൊക്കെ മറ്റു ഉത്തരാഖണ്ഡിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും കർണാടകയിലും മറ്റുള്ള സ്റ്റേറ്റുകളിലുമാണ് മലമ്പനിയല്ലേ എന്ന് പറയാറുണ്ട്. ഷൊർണൂർ സഹകരണ അർബൻ ബാങ്കിൽ സേവനം അനുഷ്ഠിച്ച് വിരമിക്കുന്ന P രാജന് സമുചിതമായ യാത്രയപ്പ് നൽകി. ഷൊർണൂർ മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച യാത്രയപ്പ് ചടങ്ങ് P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ സഹകരണ അർബൻ ബാങ്കിൽ നിന്നും സേവനമനുഷ്ഠിച്ച് വിരമിക്കുന്ന P രാജനാണ് ശനിയാഴ്ച യാത്രയപ്പ് നൽകിയത്. 12 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷമാണ് രാജൻ സർവീസിൽ നിന്നും വിരമിക്കുന്നത്. ഷൊർണൂർ മയിൽവാണം കമ്മ്യൂണിറ്റി ഹാളിൽ P രാജന് സമുചിതമായ യാത്രയപ്പാണ് നൽകിയത്. യാത്രയപ്പ് ചടങ്ങ് P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. താല്പര്യത്തിനനുസരിച്ചുകൊണ്ട് സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ നമ്മൾ യാത്രയക്കുന്നത്. അപ്പൊ ഇതുവരെ ഒരു സർവീസിന്റെ ഭാഗമായി, സർവീസ് ചട്ടങ്ങൾക്ക് വിധേയമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന രാജൻ അതോടൊപ്പം തന്നെ ആ ജോലികൾ നിർവഹിക്കുന്ന സമയത്ത് തന്നെ ആ ജോലിക്കും അതിൻ്റെ മറ്റു പ്രവർത്തനങ്ങൾക്കും ഒരു വിക്കം വരാതെ ഒരു സാമൂഹ്യ മേഖലയിൽ കൂടി ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സാമൂഹ്യപരമായ അംഗീകാരവും അദ്ദേഹത്തിന് ലഭിച്ചു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നേരത്തെ അത് ഇനി ആവാം. അപ്പോ ഈ രംഗത്ത് നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായി സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് അനുഭവങ്ങൾ കൂടി കൈമുതലാക്കിക്കൊണ്ടാണ് പൊതുസമൂഹത്തിന്റെ ഇടയിലേക്ക് രാജനീതി ഇറങ്ങുന്നത്. P
പി രാജനെ പൊന്നാടണിക്കലും ഉപഹാരം കൈമാറലും പി മാമ്മിക്കുട്ടി നിർവഹിച്ചു. ചടങ്ങിൽ പുതിയ ATM കാർഡ് പ്രകാശനം മലബാർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് MR മുരളി നിർവഹിച്ചു. ചടങ്ങിൽ ബാങ്ക് ചെയർമാൻ M സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി നിർമ്മല മുഖ്യാതിഥിയായിരുന്നു. വൈസ് ചെയർമാൻ VK അനുരാജ്, വാർഡ് കൗൺസിലർ VK ശ്രീകൃഷ്ണൻ, മുൻ നഗരസഭാ ചെയർമാൻ S കൃഷ്ണദാസ്, മുൻ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, ബാങ്ക് വൈസ് പ്രസിഡന്റ് MK രാമേന്ദ്രൻ, P രഞ്ജിത്ത്, ND ദിൻഷാദ്, കൃഷ്ണകുമാർ, KC സോമൻ, MP സതീഷ് കുമാർ, M ഗോപാലകൃഷ്ണൻ, MS അശോകൻ, TR ജയാനന്ദൻ, P രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്ക് ഡയറക്ടർ KC രാജൻ സ്വാഗതവും ജനറൽ മാനേജർ VR ബിന്ദു നന്ദിയും പറഞ്ഞു. നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്തരീക്ഷ താപനില തുടർച്ചയായി 40 ഡിഗ്രിക്ക് മുകളിൽ രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സെൽഫ് ലോക്ക്ഡൌണിന് വിധേയമാകണമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ. തീപിടുത്തം, പാമ്പുകടി തുടങ്ങിയ കാര്യങ്ങളിൽ ജാഗ്രത വേണമെന്നും ധാരാളം വെള്ളം കുടിക്കണമെന്നും ലോക്കൽ ഹിറ്റ് ആക്ഷൻ പ്ലാൻ നടപ്പാക്കാനുള്ള ചുമതല തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി. പകൽ സമയത്തെ യാത്ര പരമാവധി ഒഴിവാക്കണമെന്നും ആന്റിവനമുള്ള ആശുപത്രികളിലേക്ക് പാമ്പുകടിയേറ്റ ആളുകളെ എത്തിക്കാൻ ആംബുലൻസുകൾ സജ്ജമെന്നും K രാജൻ. അധികൃതരുടെ അനാസ്ഥ, ഗ്രാമീണ റോഡുകളിൽ മാലിന്യ കൂമ്പാരമെന്ന പരാതി. മങ്കര EMS ഉന്നതി റോഡിൽ മാലിന്യം വ്യാപകം, സമീപത്തെ കനാലിലും മാലിന്യ നിക്ഷേപം. മാലിന്യം ഭക്ഷിക്കാനെത്തുന്ന കാട്ടുപന്നികളും ഭീഷണി. പഞ്ചായത്തും ആരോഗ്യവകുപ്പും മൗനവ്രതത്തിൽ. വെള്ളം കിട്ടാക്കനിയായി മാറുമ്പോഴും കിള്ളിമംഗലം കുളമ്പ് റോഡിൽ പ്രധാന പൈപ്പ് പൊട്ടി വെള്ളം പാഴാവാൻ തുടങ്ങിയിട്ട് 3 നാൾ പിന്നിടുന്നു. പലതവണ വാട്ടർ അതോറിറ്റിയെ അറിയിച്ചിട്ടും അനങ്ങാപ്പാറ നയമാണ് വാട്ടർ അതോറിറ്റി സ്വീകരിച്ചതെന്നും പ്രദേശവാസികൾ. വാട്ടർ അതോറിറ്റിയുടെ ഗുരുതര വീഴ്ചയ്ക്കെതിരെ പഞ്ചായത്ത് ഇടപെടാത്തതും ജനരോഷം ശക്തമാകുന്നു. ജനാധിപത്യം സംരക്ഷിക്കാൻ മുൻപന്തിയിൽ നിൽക്കേണ്ട മാധ്യമങ്ങൾ അർദ്ധസത്യം പോലും പറയാതെ BJP വിരോധവും നരേന്ദ്രമോദിക്ക് എതിരെയും നിൽക്കുന്നത് ഭൂഷണമല്ലെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ. ലോകം ആരാധിക്കുന്ന പ്രധാനമന്ത്രിയുടെ തലയിൽ ചാണകമാണെന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തനെ തിരുത്താൻ തയ്യാറാകാത്ത മാധ്യമധർമ്മത്തെ അധർമ്മമെന്നാണ് പറയേണ്ടതെന്നും P വേണുഗോപാൽ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.